അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ആകാശലോകത്തെ സ്നേഹവിരുന്ന്. ഏറെ സങ്കടത്തിലായിരുന്നു പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും പിതൃവൻ അബൂ ത്വാലിബിൻ്റെയും വിയോഗം നബി തങ്ങളെ മാനസികമായി തളർത്തിയിരുന്നു. മാത്രമല്ല, മക്കയിലെ ദുഷ്ടരായ കാഫിറുകൾ ഹബീബ തങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ചു. തൻ്റെ ഇഷ്ടദാസനെ ഇങ്ങനെ വേദനിപ്പിച്ചുകൂടെന്ന് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നു. അതിനായി ആകാശലോകത്തൊരു സ്നേഹ വിരുന്നൊരുക്കി. മഹാത്ഭുതങ്ങളുടെ ലോകത്തേക്ക് അതിശയകരമായൊരു യാത്ര. ഒറ്റ രാത്രി കൊണ്ട് 2 മാസത്തെ വൈദൂരം പിന്നിട്ട് 7 ആകാശലോകങ്ങളും കടന്ന് തിരിച്ചെത്തുക തീർത്തും അസാധ്യം തന്നെ അല്ലേ കൂട്ടുകാരെ? ഇസ്രാ മിറാജ് എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഈ സംഭവം അറിയപ്പെടുന്നത്. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നും ഫലസ്തീനിലെ അൽ അഖ്സ പള്ളി വരെയുള്ള യാത്രയാണ് ഇസ്രാ. തീരുന്നില്ല മിറാജ്. 7 ആകാശലോകങ്ങൾ കടന്ന് സിദ്റത്തുൽ മുൻതഹയിലെത്തി. പ്രത്യേകമായ ഒരു സ്ഥലത്ത് വെച്ച് അല്ലാഹുവുമായി സംസാരിക്കുന്നു. ഓരോ ആകാശങ്ങളിലും ഹബീബ തങ്ങളെ സ്വീകരിക്കാൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതമോദാൻ ഒരു കൂട്ടം മാലാഖമാരും. ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലാണ് യാത്ര. കൂട്ടുകാരനായി ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ട്. കൂട്ടുയാത്രക്കാരന് യാത്രാ പരിധി ഉണ്ടായിരുന്നു. ബഹ്റൈനൂർ അവിടം വരെയായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിന് കൂടെ വരാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ഹബീബ തങ്ങൾ തനിച്ചാണ് അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവുമായി മുനാജത്ത് നടത്തി യാത്ര തിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമ്മാനവും കൊടുത്തയച്ചിരുന്നു. അതെന്താണെന്ന് അറിയാമോ കൂട്ടുകാരെ? അതെ, 50 നേരത്തെ നിസ്കാരം. അതും സ്വീകരിച്ച് മടങ്ങി വരുമ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുന്നത്. 6ാം ആകാശത്തിൽ വെച്ചായിരുന്നു ഈ കണ്ടുമുട്ടൽ. 50 നേരത്തെ നിസ്കാരം ചുരുക്കി തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കാൻ മൂസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. തൻ്റെ സമുദായത്തിൻ്റെ അനുഭവ പാഠങ്ങളും മൂസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിരത്തി. അങ്ങനെ 50 നേരത്തെ നിസ്കാരം 5 നേരമാക്കുന്നത് വരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര തുടർന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമുക്ക് 5 നേരത്തെ നിസ്കാരം സമ്മാനമായി ലഭിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാരും ഒരു നിസ്കാരം പോലും നഷ്ടപ്പെടുത്തരുട്ടോ. യാത്രക്കിടയിൽ ഹബീബ തങ്ങൾ പല അത്ഭുത സംഭവങ്ങൾക്കും സാക്ഷിയായി. ഒരു കൂട്ടം ആളുകൾ അവരുടെ തല പാറക്കല്ലിൽ അടിച്ചു തകർക്കുന്നു. പൊട്ടിപ്പിളർന്ന തല പൂർവ്വസ്ഥിതിയിലെത്തുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നു. നിർബന്ധ നിസ്കാരങ്ങൾ നിർവഹിക്കാൻ മടിയുള്ളവനാണിവർ എന്നായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിച്ചു കൊടുത്തത്. കൂട്ടുകാരെ, ഞാൻ നിർത്തുകയാണ്. ഹബീബ തങ്ങളുടെ ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അല്ലാഹു നമ്മെ നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.